ഹലോ, ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് മീ ഷാരൻ. അപ്പോൾ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മളൊരു ഡേ ഇൻ ലൈഫ് വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ ഡേ ഇൻ ലൈഫ് അല്ല, പേടിക്കേണ്ട, അത്ര വെറുപ്പിക്കത്തില്ല ഞാൻ, ഡോണ്ട് വറി. ഇന്ന് നമ്മൾ നമ്മുടെ അനുപൂവിൻ്റെ ഡേ ഇൻ ലൈഫാണ് ചെയ്യുന്നത്. എനിക്ക് ഓഫ് ഉള്ള ദിവസം ഞാൻ എന്താണ് അനുപൂവിന് ചെയ്ത് കൊടുക്കുന്നത്, അവളുടെ ഡേ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചെയ്യാൻ നോക്കൂ. ആൾ എഴുന്നേറ്റിട്ടില്ല, എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ എടുക്കുന്നതായിരിക്കും, നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹലോ, ഗുഡ് മോർണിംഗ്. താര രാവിലെ ഞങ്ങൾ ഇച്ചിരി വഴക്കാളിയാണ്. എണീറ്റ് കഴിയുമ്പോഴത്തേക്കൊരു ഒരു 10-15 മിനിറ്റ്സ് എപ്പോഴും ഒരു കുറച്ച് ആ ഉറക്കപ്പിച്ചൊക്കെ ഒന്ന് മാറി വരാനായിട്ട് ടൈം എടുക്കും. ഹായ്, നമ്മുടെ വീട്ടിൽ വെട്ടം വന്നേ. ബിഗിയോന്നു പാമ്പി മാറാം നമുക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ ഭയങ്കര കഴിച്ചിലായിരിക്കും, അതാരും മൈൻഡ് ചെയ്യേണ്ട. കാരണം ഞങ്ങൾക്ക് പാമ്പി മാറാനായിട്ട് രാവിലെ പ്രത്യേകിച്ച് ഇച്ചിരി വഴക്കുള്ള കൂട്ടത്തിൽ തന്നെ അല്ലേ അല്ലേ എന്നപ്പോൾ ഇപ്പം ഞങ്ങൾ സൈറൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാമ്പി മാറിയിട്ട് കാണും. ഞാൻ പറഞ്ഞില്ല ഇതെന്നെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കയ്യിൽ കൊടുത്ത് അങ്ങനെ മൈൻഡിനെ അങ്ങ് ഡിസ്ട്രാക്ട് ചെയ്തേക്കാം. അങ്ങനെ ഞങ്ങൾ രാവിലെ താഴോട്ട് ഇറങ്ങി വന്ന് വെള്ളത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇത് രാവിലത്തെ പരിപാടികൾ നോക്കാം. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ അതിപ്പോൾ ഇങ്ങനെ കിച്ചണിൽ എൻ്റെ കൂടെ എന്തേലും അല്ല, ഇതിൻ്റെ അകത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം വെളിയിലോട്ട് പെറുക്കിയിടുന്നു, തിരിച്ചു വെക്കുന്നു. അങ്ങനെ ഭയങ്കര ഓർഗനൈസിങ് ആയിട്ടുള്ള ഒരാളാണ്, ടു ബി ഫ്രാങ്ക്. ഞാൻ പറഞ്ഞല്ലേ, ഇവിടെ രാവിലത്തെ കലാപരിപാടികളാണിത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന പകുതി സാധനങ്ങൾ പെറുക്കിയെടുക്കുക, വെളിയിലിടുക. ഭയങ്കര ചുമയാ. ഇതിലേതൊക്കെ കബേർഡ്സ് ഓപ്പൺ ചെയ്യാവോ അതെല്ലാം ഓപ്പൺ ചെയ്യും. അതിൽ നിന്ന് എല്ലാ സകലമാന സാധനങ്ങളും എടുത്തു കൊള്ളുന്നത്. ഗുഡ് ഗേൾ. ഹലോ അന്ന. ഇല്ല, ഞങ്ങൾ രാവിലെ കഴിക്കാൻ പോകുന്നു. പുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീറ്റ് പിക്സ് ആണ്, അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക പയ്യെ ഞാൻ. ഈ സ്പൂണ് ഒരു മാജിക് സ്പൂണാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാക്കി എന്തായിട്ടും മാജിക് എന്നല്ലേ, വേറൊന്നുമല്ല. ഈ സ്പൂണ് നമുക്ക് എന്തെങ്കിലും ഹോട്ടായിട്ടുള്ള ഇതിപ്പോൾ കണ്ടോ, ഇതിൻ്റെ കളർ ഓറഞ്ച് ആണ്. ഇത് നമ്മൾ ചൂടായിട്ടുള്ള ഇതിലേക്ക് ഇടുമ്പോഴത്തേക്കിന് അത് യെല്ലോ കളറാവും. വേറൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ പിള്ളേർക്ക് നമ്മൾ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ, അതായത് 6+ മന്ത്സിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ ടൈമിൽ അവർക്ക് ഒത്തിരി നമുക്ക് ചില ടൈമിൽ അറിയത്തില്ലല്ലോ, നമ്മൾ വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ മിൽക്ക് ഒഴിക്കും, അപ്പോൾ അതിൽ ചൂടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവാനായിട്ട് അവർ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ചൈൽഡ് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. കേട്ടോ, അത് യെല്ലോ കളർ, കാരണം പാലിന് ചൂടുണ്ടാവും. ഇത് എടുത്തപ്പോഴത്തേനും പെട്ടെന്ന് ഞാൻ ആ ഓർമ്മയിൽ പറഞ്ഞതേ ഉള്ളൂ. അന്നപ്പോൾ ഓൾറെഡി സ്ട്രോബെറി കണ്ടു, അതുകൊണ്ട് അവിടെ കണ്ണ് സ്ട്രോബെറിയിലേക്കാണ്. ഇനി വീറ്റ് മിക്സ് എത്ര കഴിക്കുന്നു കണ്ടത്. മേഡം ഭയങ്കര ചൂസിയാണ്. അതായത് മേഡത്തിന് ഇതിൻ്റെ ടേസ്റ്റ് ആദ്യം നമ്മൾ ആദ്യമേ ഒരു വലിയ സ്പൂണായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിക്കരി കഴിക്കത്തേ ഇല്ല. പിന്നെ
അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നാക്കിൽ എത്തിയിട്ട് ഓക്കെ ഇതൊക്കെയാണ് എന്ന് തോന്നിയാൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ആഴ്ച രാവിലെ ഞങ്ങൾ അങ്ങനെ ടി വി വെച്ച് കൊടുക്കത്തില്ല. അപ്പം ഇതാണ് ഇവിടുത്തെ കലാപരിപാടികൾ. അന്നപ്പോൾ ഒരു ചെറിയ റേച്ചൽ ഫാനാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട് റേച്ചലിൻ്റെ ഓരോ പ്രോഗ്രാംസൊക്കെ. അപ്പോഴത്തേക്കിന് ഇതേണ്ട ഫസ്റ്റ് സെറ്റ് ഓഫ് ഗ്രാൻഡ് പേരൻസിൻ്റെ കോള് വന്നിരിക്കുകയാണ്. If you're happy and you know it, clap your hands. Clap, clap. If you're happy and you know it, clap your hands. Clap, clap, clap. അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കിനും വഴക്കൊക്കെ ഇട്ട് സാർ ഒരു കുഞ്ഞ് നാപ്പിന് കയറിയിട്ടുണ്ട്. അന്നപ്പോൾ ഉറങ്ങുന്ന ടൈം കൊണ്ട് വേണം എൻ്റെ പരിപാടികളൊക്കെ ഇനി ഓടിപ്പോയി തീർക്കാനായിട്ട്. റൂമിലൊരു പോർട്ടബിൾ ക്യാമറയുണ്ട്. സോ അതിൻ്റെ മോണിറ്റർ ഉള്ളതുകൊണ്ട് അവൾ എണീക്കുന്ന ടൈമൊക്കെ നമുക്കറിയാം. അവളുടെ സൗണ്ട് മെഷീൻ ഓൺ ആക്കി കൊടുത്ത് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കിടന്നോട്ടെന്ന് ഓർത്തു. ഞാൻ അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പാസ്സാക്കി ഇറങ്ങിയപ്പോഴത്തേക്കിന് നമ്മുടെ കഥാനായിക എണീറ്റ് ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നാപ്പ് ടൈമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോൾ ആളെ ഞാൻ അങ്ങ് കുളിപ്പിച്ചെടുത്തു. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി വഴക്കും ബഹളമൊക്കെ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത യുദ്ധത്തിലേക്ക് കടക്കാനായിട്ട്. ഫുഡൊക്കെ കൊടുക്കണം. അങ്ങനെ ക്രീമൊക്കെ തേച്ച് ഞങ്ങൾ സുന്ദരി കുട്ടിയായി. ഉച്ചയ്ക്ക് ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും അന്നപ്പൂന് ചോറാണ് കൊടുക്കുന്നത്. പിന്നെ ഫുഡ് കൊടുപ്പനി എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ക്ലൈമറ്റ് ഓക്കെ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഈവനിങ് ആകുമ്പോഴത്തേനും ഇങ്ങനെ ബാക്ക് യാർഡിൽ ഇറക്കി ഇടും. അവർക്ക് ഇഷ്ടമാണ് വെളിയിൽ കൂടെ ഇങ്ങനെ കല്ലും മണ്ണും എല്ലാം പെറുക്കി നടക്കാനായിട്ട്. കളി കഴിഞ്ഞോ? മണിയുടെ കളി കഴിഞ്ഞോ? ജ്യൂസ് പറ്റിയോ? ജ്യൂസ് കുടിച്ചാണോ? തീഞ്ചു പോയോ? വെള്ളത്തിൽ കളിക്കുകയാണോ? ഭാഗ്യത്തിന് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. അന്നപ്പോൾ എനിക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടു തന്നു. അപ്പോഴത്തേക്കിനും നാട്ടിൽ നിന്ന് അടുത്ത ഗ്രാൻഡ് പേരൻസ് വിളി തുടങ്ങി. അങ്ങനെ കോളും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ചെറിയൊരു സ്നാക്കൊക്കെ കൊടുത്തു. അന്നപ്പോൾ ഉള്ളതുകൊണ്ട് എൻ്റെ ഓഫ് ഡേയ്സൊക്കെ എങ്ങനെയാ സമയം പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്തൊക്കെയോ ചെയ്യുന്നു, സമയം അങ്ങനെ അങ്ങ് പോകുന്നു. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് എങ്ങോട്ടോ ഓടിപ്പോവുക. അങ്ങനെ അന്നപ്പോലെ വൈകിട്ടത്തെ ഫുഡിൻ്റെ ടൈമായി, ഡിന്നറായി. വൈകിട്ട് ഞങ്ങൾ സിർലാക്കോ അങ്ങനെ കുറുക്കോ എന്തെങ്കിലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് അതായിരിക്കും കൊടുക്കാറ്. 2 ടൈമും അങ്ങനെ റൈസ് കൊടുക്കാറില്ല. കാരണം അവർക്ക് റൈസിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ടൈം കൊടുത്ത് അങ്ങ് തീർക്കും. ഉച്ചയ്ക്കായിരിക്കും കൂടുതൽ, ലഞ്ചിൻ്റെ കൂടെ അങ്ങ് റൈസ് ആയിരിക്കും ആക്കുന്നത്. വൈകിട്ടാകുമ്പോഴത്തേക്കിനും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്ത് ഷി വിൽ ബി ഫൈൻ വിത്ത് ദാറ്റ്.
all ready. Okay. അങ്ങനെ അന്നപ്പൂ പയ്യെ കിണക്കാൻ തുടങ്ങി. അവൾക്ക് ഉറങ്ങാനുള്ള ടൈമായി. പിന്നെ അവൾക്കൊരു ബോട്ടിലൊക്കെ കൊടുത്ത് അവളുടെ സ്റ്റോറി ബുക്കൊക്കെ കാണിച്ച് അതിലെ ഓരോ പടങ്ങളൊക്കെ കണ്ട് അവൾ പയ്യെ അങ്ങ് ഉറങ്ങും. എന്നും ഇതല്ല കേട്ടോ സിറ്റുവേഷൻ. ചില ദിവസം വഴക്കും ബഹളവും ഉറക്കത്തിന് വേണ്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ് പിന്നെ കണ്ടിന്യൂസ് വഴക്കായിരിക്കും. ഒരുവിധമായിരിക്കും ഉറക്കിയെടുക്കുന്നത്. ചില ദിവസം കാമായിരിക്കും. ടച്ച് വുഡ്. സോ ഇതാണ് അന്നപ്പൂവിൻ്റെ ഡേ ഇൻ ലൈഫ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ വരെ കാണുന്നത് വരെ ബൈ. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.